പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും 5-ാം മാസത്തിന്റെ 15-ാമത്തെ പ്രഭാത വന്ദനം കൂടെ അറിയിക്കുന്നു. ലോകമെമ്പാടുമായിരുന്നു കൊണ്ട് ഈ പ്രഭാതവും ഈ വചന സന്ദേശം ശ്രവിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും ദൈവദാസിമാർക്കും വാത്സല്യ കുഞ്ഞുങ്ങൾക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ആഴമേറിയ സ്നേഹത്തെയും വന്ദനത്തെയും നന്ദിയും ഒപ്പം പ്രാർത്ഥനയും അറിയിക്കുന്നു. ഈ 15-ാമത്തെ പ്രഭാതം കാണുവാനും സ്വർഗം നമുക്കൊരുക്കിയ എല്ലാ അവസരങ്ങളെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ നാളുകളിൽ നിങ്ങൾ പറയപ്പെട്ട അനേക ദൈവക്കുഞ്ഞുങ്ങൾ ദൈവദാസന്മാർ പറയപ്പെട്ട പ്രാർത്ഥനാ വിഷയങ്ങൾ അടിയങ്ങൾ ശ്രദ്ധയോടുകൂടെ സഭയായി പ്രാർത്ഥിച്ചു വരുന്നു. നിശ്ചയമായും ദൈവം ഈ 5-ാം മാസത്തിൽ വലിയ മറുപടി കാണുവാൻ, വലിയ മറുപടികൾ കണ്ട് സന്തോഷിപ്പാൻ സ്വർഗമിടയാക്കും. അനവധി പ്രാർത്ഥനയുടെ മറുപടികൾ കേൾക്കുവാനും കാണുവാനും ഇടയായി നല്ല സാക്ഷ്യങ്ങൾ കേൾക്കാനെല്ലാം ദൈവം സഹായിച്ചു കൊണ്ടിരിക്കുന്നതിനെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥന ഒന്ന് മാത്രമാണ് ഈ പ്രഭാതവും നിങ്ങളുടെ അരികിൽ ഈ വചന സന്ദേശമായി എത്തുവാൻ സർവശക്തനായ ദൈവം എന്നെയും ബലപ്പെടുത്തുന്നത് സഹായിക്കുന്നതിനെ ഓർത്ത് എല്ലാവർക്കും നന്ദി പറയുന്നു. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയോടുകൂടെ ഈ പ്രഭാതവും വചന സന്ദേശത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. 146-ാം സങ്കീർത്തനക്കാരൻ പാടുന്നു, നിങ്ങൾ പ്രഭുക്കന്മാരിൽ ആശ്രയിക്കരുത്, സഹായിപ്പാൻ കഴിയാത്ത മനുഷ്യപുത്രനിലും അരുത്. മനുഷ്യനൊരു പരാശ്രയ ജീവിയാണ്. മറ്റുള്ളവരുടെ സഹായമില്ലാതെ ആർക്കും ഈ ലോകത്തിൽ ജീവിക്കുവാൻ കഴിയുകയില്ല. ഒരിക്കൽ ആരിൽ നിന്നെങ്കിലും ഒരു സഹായം ലഭിച്ചാൽ വീണ്ടും ആ വ്യക്തിയിലേക്ക് തന്നെ നോക്കുകയും അവരെ ആശ്രയിച്ചു പോവുകയും ചെയ്യുന്ന ഒരു പ്രവണത മനുഷ്യർക്കുണ്ട്. എന്നാൽ ഒരിക്കൽ നമ്മെ സഹായിച്ചവർ വീണ്ടും നമ്മെ സഹായിക്കണമെന്നില്ല. തൊട്ടതിനും പിടിച്ചതിനും എല്ലാം വീണ്ടും വീണ്ടും നാം സഹായത്തിനായി അവരെ ആശ്രയിക്കുന്നത് പോലും അവർക്ക് അസ്വസ്ഥത ഉണ്ടാക്കുകയും നമ്മെ കരുതുകയും സ്നേഹിക്കുകയും ചെയ്തതിനേക്കാൾ അധികം നമ്മെ വെറുക്കുകയും ഉപേക്ഷിക്കുകയും ചെയ്യും. മനുഷ്യർ അങ്ങനെ തന്നെയാണ്. എന്നാൽ ചുരുക്കത്തിൽ നമ്മുടെ ഏത് ആവശ്യങ്ങൾക്കും എപ്പോഴും ആശ്രയിക്കുവാൻ കൊള്ളാവുന്നതും എത്ര തന്നെ ആശ്രയിച്ചാലും നമ്മോട് വിദ്വേഷമോ വെറുപ്പോ കാണിക്കാത്ത ഒരേ ഒരു വ്യക്തി നമ്മുടെ ദൈവം മാത്രമാണ്. ദൈവത്തിൽ നിന്നും സഹായം ലഭിച്ചു കഴിയുമ്പോൾ പലരും അത് ദൈവം ചെയ്തതാണെന്നോ ദൈവത്തിൻ്റെ കൃപയാലും കരുണയാലും തനിക്ക് ലഭിച്ച വിടുതലാണെന്ന് ഓർക്കുക പോലും ചെയ്യാതെ ദൈവത്തിന് മഹത്വവും നന്ദിയും അർപ്പിക്കുകയും ചെയ്യാതെ പോകുന്ന എത്രയോ പേരുണ്ട് എന്നതാണ് ദുഃഖകരം. ഒരു വിജയം ലഭിക്കുന്നത് വരെയും ദൈവത്തിൻ്റെ സഹായത്തിനായി കേഴുകയും വിജയം ലഭിച്ചാൽ, മറുപടി ലഭിച്ചാൽ, അനുഗ്രഹം പ്രാപിച്ചാൽ സ്തോത്രം ഹല്ലേലൂയ മഹത്വവും ദൈവത്തിന് കൊടുക്കാതെ അത് സ്വയം അവരുടെ മഹത്വത്തിനായി അല്ലെങ്കിൽ മറ്റുള്ളവർ മുന്നിൽ എൻ്റെ കഴിവാണ്, എൻ്റെ വിദ്യാഭ്യാസമാണ്, എൻ്റെ ബുദ്ധിയാണെന്നുള്ള സ്വയം മഹത്വം അവരെടുത്തുകൊണ്ട് ദൈവത്തിൻ്റെ മഹത്വത്തെ തള്ളിക്കളഞ്ഞു, ദൈവസ്നേഹത്തെ തള്ളിക്കളഞ്ഞു, ദൈവിക കരുതലിനെ തള്ളിക്കളഞ്ഞ് എത്രയോ പേർ ജീവിക്കുന്നവരുണ്ട്. അങ്ങനെ പോകുന്നു. ഹല്ലേലൂയ. ഒരിക്കൽ ഫെലിസ്ത്യരുമായുള്ള യുദ്ധത്തിൽ തങ്ങൾക്കൊരു വലിയ ജയം കിട്ടിയപ്പോൾ ശമൂവേൽ അത് ആഘോഷിച്ചത് ഒരു വലിയ കല്ല് ഉയർത്തി അതിന്മേൽ എബനേസർ എന്ന പേര് കൊത്തിവെച്ചാണ്. ഹല്ലേലൂയ. ഇത്രത്തോളം യഹോവ നമ്മെ സഹായിച്ചു എന്ന് പറഞ്ഞ് കൊണ്ടാണ് ആ യുദ്ധത്തെ ശമൂവേൽ ആഘോഷിപ്പാനിടയായത്. മനുഷ്യരുടെ സഹായം തേടി പോകാതെ ദൈവത്തിൻ്റെ സഹായത്തിനായി മാത്രം കാത്തിരുന്ന അനവധി ഭക്തന്മാരെ കുറിച്ച് തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ആസ രാജാവ് യുദ്ധം നേരിട്ടപ്പോൾ മനുഷ്യരിൽ ആശ്രയിക്കുകയോ വിജയം ലഭിക്കേണ്ടതിന് ആരെയും കൂലിക്ക് വിളിക്കുകയോ ചെയ്തില്ല. അവൻ ഇസ്രായേലിൻ്റെ പ്രത്യാശയും പ്രത്യാശയുടെ കാലഘട്ടത്ത് അല്ലെങ്കിൽ കഷ്ടതയുടെ കാലഘട്ടത്ത് അവരെ അവർ ശരണമാക്കിയിരുന്ന ദൈവത്തോട് പ്രാർത്ഥിച്ചു.
യഹോവേ, ബലവാനും ബലഹീനനും തമ്മിൽ കാര്യമുണ്ടായാൽ സഹായിക്കാൻ അവൻ നീയല്ലാതെ ആരുമില്ല. ഞങ്ങളുടെ ദൈവമായ യഹോവേ, ഞങ്ങളെ സഹായിക്കണമേ, നിന്നിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു എന്ന്. ഹല്ലേലൂയ. പ്രാർത്ഥന പോലെ ദൈവം തന്റെ ജനത്തെ സഹായിക്കുകയും ലക്ഷക്കണക്കിന് വരുന്ന കൂശ്യ സൈന്യത്തെ ഓടിച്ചു കളയുകയും ചെയ്തു. ആമേൻ. ഹല്ലേലൂയ. മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ ദൈവത്തിൽ ആശ്രയിക്കുന്നത് നല്ലത് എന്ന് ആസാ തിരിച്ചറിഞ്ഞു. ദാവീദ് എല്ലായ്പ്പോഴും ദൈവത്തിൽ മാത്രം ആശ്രയിച്ച ഒരു ഭക്തനായിരുന്നു. മനുഷ്യർക്ക് രോഗം വരുന്നത് സർവ്വസാധാരണമാണ്. എന്നാൽ ഒരു ദൈവഭക്തന് രോഗം വരുമ്പോൾ അവൻ ദൈവസന്നിധിയിൽ തൻ്റെ കുറ്റം ഏറ്റുപറഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിക്കണം എന്നതാണ് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത്. ദൈവമക്കൾ സൗഖ്യത്തിനായി മരുന്നുകൾ കഴിച്ചാലും സഹായത്തിനായി അന്യ ദൈവങ്ങളിലേക്ക് തിരിയാൻ പാടില്ല. അന്യ ദൈവത്തിൽ ആശ്രയിക്കാൻ പാടില്ല. ഊമനായ മകനെ സൗഖ്യമാക്കുവാൻ ശിഷ്യന്മാർക്ക് കഴിഞ്ഞില്ല. അവൻ്റെ പിതാവ് യേശുവിനോട് പറയുന്നത്, നിന്നാൽ വല്ലതും കഴിയുമെങ്കിൽ എന്നെ സഹായിക്കണമേ എന്നാണ്. 12 വർഷം രക്തസ്രാവത്താൽ ഭാരപ്പെട്ടിരുന്ന സ്ത്രീ തൻ്റെ മുതലെല്ലാം വൈദ്യന്മാർക്ക് കൊടുത്തിട്ടും അവർക്കാർക്കും അവളെ സൗഖ്യമാക്കുവാൻ കഴിയാതെ വന്നു. ഹല്ലേലൂയ. അവളെ സൗഖ്യമാക്കുവാൻ കഴിഞ്ഞില്ല. അവരുടെ സമ്പത്തെല്ലാം നഷ്ടപ്പെട്ടതല്ലാതെ സൗഖ്യം ലഭിച്ചില്ല. എന്നാൽ യേശുവിൻ്റെ വസ്ത്രം തൊട്ടപ്പോൾ അവളുടെ രോഗം എന്നേക്കുമായി നീങ്ങിപ്പോയി. ഹല്ലേലൂയ. 38 വർഷം രോഗം ബാധിച്ച് ആരുടെയും സഹായമില്ലാതെ കുളക്കരയിൽ കിടന്ന് ആ രോഗിയെയും സഹായിക്കുവാൻ യേശു 38 സെക്കൻഡ് കൊണ്ട് സൗഖ്യമാക്കുവാൻ ഇടയായി. ഹല്ലേലൂയ. തൻ്റെ നിലവിളിയും ഇങ്ങനെയാണ്, എന്നെ സഹായിപ്പാൻ ആരുമില്ല, ഞാൻ പലരെയും ആശ്രയിച്ചു. എന്നെ ഈ കുളത്തിലേക്ക് വെള്ളം കലങ്ങുമ്പോൾ, ദൂതന്മാർ ഇറങ്ങുമ്പോൾ, വെള്ളം കലക്കുമ്പോൾ എന്നെ ഒന്ന് ഈ കുളത്തിലേക്കൊന്ന് ഇറക്കുവാൻ ആരെങ്കിലും ഉണ്ടായെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു. എന്നാൽ എന്നെ സഹായിപ്പാൻ ആരുമില്ലായിരുന്നു. 38 വർഷം കഴിഞ്ഞപ്പോൾ യേശു തൻ്റെ അരികിൽ വന്ന് തന്നെ സൗഖ്യമാക്കുവാനിടയായി. ഹല്ലേലൂയ. അതേ പ്രിയ ദൈവമക്കളേ, മറ്റുള്ളവരുടെ സഹായം നമുക്ക് ഏറ്റവും ആവശ്യമായിരിക്കുന്നത് എപ്പോഴാണ്? നമ്മുടെ ഭൗതിക ആവശ്യങ്ങളോട് കൂടിയുള്ള ബന്ധത്തിലാണ്. കടഭാരങ്ങൾ വരുമ്പോൾ, ഭവനം പണിയുമ്പോൾ, ആലയം പണിയുമ്പോൾ, കുഞ്ഞുങ്ങളുടെ വിവാഹങ്ങൾ, ഹല്ലേലൂയ, പഠന ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് സാമ്പത്തിക ആവശ്യങ്ങൾ നമുക്ക് ഏറ്റവും കൂടുതൽ വരുന്നത് ഭൗതിക ആവശ്യങ്ങളിലാണ്. നമ്മുടെ ഭൗതിക ആവശ്യങ്ങളിലും നാം ഭയപ്പെടാതെ ദൈവത്തോട് അപേക്ഷിക്കുവാനും ദൈവമുഖത്തേക്ക് നോക്കുവാനുമാണ് തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. 121 സങ്കീർത്തനക്കാരൻ പാടുന്നു, സ്തോത്രം, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്നും വരും. ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ദൈവ പൈതൽ കുലുങ്ങിപ്പോകുവാൻ ഇടവരാതെ ദൈവത്തിൽ ആശ്രയിക്കുന്ന ദൈവ പൈതലിനെ സ്വന്തം ദൈവം സഹായിക്കുക തന്നെ ചെയ്യും. ആരൊക്കെ മറന്നുപോയാലും, ആരൊക്കെ സഹായിക്കാതെ ഇരുന്നാലും, സ്തോത്രം, ഒരു ദൈവ പൈതലിനെ ദൈവം സഹായിക്കുക തന്നെ ചെയ്യും. ആകയാൽ പ്രഭുക്കന്മാരിലോ സഹായിപ്പാൻ കഴിയാത്ത മനുഷ്യപുത്രന്മാരിലോ ആശ്രയിക്കാതെ ദൈവത്തിൽ മാത്രം നമുക്ക് ആശ്രയിക്കാം. ഈ പ്രഭാതം ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സഹായത്തിനായി ആഗ്രഹിക്കുന്ന, സഹായത്തിനായി കാത്തിരിക്കുന്ന പ്രിയ ദൈവവൈദ്യരെ, സ്തോത്രം, ഹല്ലേലൂയ. ഈ പ്രഭാതം ഈ വചനത്തോട് ചേർന്ന്, ഈ ദൈവശബ്ദത്തോട് ചേർന്ന് ദൈവത്തിൽ ആശ്രയിക്കാമോ? നിനക്കായി ദൈവം കരുതുവാനിടയാകും. ഹല്ലേലൂയ. ഒരു ഏലിയാവ് സ്തോത്രം ദൈവത്തിൽ ആശ്രയിച്ചതുകൊണ്ട് തനിക്ക് സ്തോത്രം വിശന്നപ്പോൾ, ദാഹിച്ചപ്പോൾ ഒക്കെയും ദൈവം കരുതുവാനിടയായി. സ്തോത്രം. സാരാഫാത്തിലെ വിധവ ഹല്ലേലൂയ ദൈവത്തിൽ ആശ്രയിച്ച് ഏലിയാവിന് വേണ്ടി ഒരു അട കൊടുത്തപ്പോൾ, സ്തോത്രം, അവിടെ ക്ഷാമമെല്ലാം ക്ഷേമമായി തീരുവാനിടയായി. ഈ പ്രഭാതം ദൈവശബ്ദം കേൾക്കുന്ന ദൈവത്തിലെ നിന്റെ ക്ഷാമം തീരുവാൻ സമയമായി. ക്ഷേമത്തിൽ നടത്തുവാൻ ഒരു ശക്തനായ ദൈവം ഇന്ന് പ്രഭാതമുണ്ട്. ഭാരപ്പെടേണ്ട. നമ്മുടെ കണ്ണുകളെ ദിവസം അടയ്ക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, നല്ല ദൈവമേ, സ്നേഹവാനായ ഞങ്ങളുടെ നല്ല കർത്താവേ, അനുഗ്രഹവും പ്രശാന്തവുമായ നല്ല പ്രഭാതത്തിനായി നന്ദി പറയുന്നു.
നാഥ, ഈ പ്രഭാതം അടിയങ്ങളെ കർത്താവെ പലവിധമായ ആവശ്യങ്ങളുടെ നടുവിൽ കർത്താവെ ആഗ്രഹത്തോടെ പ്രത്യാശയോടെ കാത്തിരിക്കുന്ന മനുഷ്യപുത്രന്മാരിൽ ആശ്രയിച്ചവരുണ്ട്, ആമേ ബന്ധുക്കളിൽ ആശ്രയിച്ചവരുണ്ട്, സഹോദരങ്ങളിൽ ആശ്രയിച്ചവരുണ്ട്, മക്കളിൽ ആശ്രയിച്ചവരുണ്ട്, ആമേ മാതാപിതാക്കളിൽ ആശ്രയിച്ചവരുണ്ട്. കർത്താവെ, ഏതൊക്കെ മാനുഷികമായ ആശ്രയങ്ങൾ വെച്ചുവോ അവിടെ നിന്നെല്ലാം കർത്താവെ ഈ പ്രഭാതം ദൈവമുഖത്തേക്ക് ഞങ്ങൾ നോക്കുന്നു. സ്വർഗം അത്ഭുതങ്ങൾ ചെയ്യണമേ. ഭീമമായ സാമ്പത്തിക ബാധ്യതകളുടെ നടുവിൽ പകച്ചു നിൽക്കുന്ന അനേക ദൈവദാസന്മാരുണ്ടല്ലോ, ദൈവം അവർക്കായ അത്ഭുതങ്ങൾ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അനുവദിക്കാത്ത ദൈവകരം ഇന്ന് പകൽക്കാലം എല്ലാവരുടെ മേലും വെളിപ്പെടണം. സ്വർഗം അത്ഭുതം ചെയ്യണം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അങ്ങയുടെ കുഞ്ഞുങ്ങളെ എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആത്മീയ ഭൗതിക നന്മകൾ നൽകി മാനിക്കണം, ആദരിക്കണം, അനുഗ്രഹിക്കണം. മഹത്വം എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ കൃപയോടെ പ്രാർത്ഥന കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. ദൈവം എല്ലാവരെയും ഈ പ്രഭാതം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.